ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് സമാന്തര ശ്രേണിയുടെ തുക എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. 6, 13, 20 എന്ന സമാന്തര ശ്രേണിയുടെ തുക എങ്ങനെ കണ്ടുപിടിക്കും? ആദ്യം തന്നെ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്തെഴുതാം. ഇതിലെ ആദ്യ പദം എത്രയാ? ആദ്യ പദം 6 ആണല്ലേ. അപ്പോൾ ആദ്യ പദം നമ്മൾ എടുത്തെഴുതി. ആദ്യ പദം സമം 6. ഇനി ഇതിൻ്റെ പൊതുവ്യത്യാസം എത്രയാ? പൊതുവ്യത്യാസം എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? രണ്ടാം പദത്തിൽ നിന്ന് ഒന്നാം പദവും മൂന്നാം പദത്തിൽ നിന്ന് രണ്ടാം പദവും കുറയ്ക്കുമ്പോഴാണ് നമുക്ക് പൊതുവ്യത്യാസം കിട്ടുന്നത്. നോക്കിക്കേ, 13-ൽ നിന്ന് 6 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 7 കിട്ടും അല്ലേ. 20-ൽ നിന്ന് 13 കുറയ്ക്കുമ്പോഴോ 7 കിട്ടും. പൊതുവ്യത്യാസം 7 ആണ്. ആദ്യം തന്നെ നമുക്ക് തുക കണ്ടുപിടിക്കാൻ ഒരു സമവാക്യമുണ്ട്. എന്താണ് ആ സമവാക്യം? n/2 ഇൻറ്റു ആദ്യ പദം പ്ലസ് എന്നാം പദം. ഇതാണ് നമുക്ക് തുക കണ്ടുപിടിക്കാനുള്ള സമവാക്യം. അപ്പോൾ നമുക്ക് എന്നാം കണ്ടുപിടിക്കണം? എന്നാം പദം കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ എന്നാം പദം കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എങ്ങനെയാണ് എന്നാം പദം കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. നോക്കിക്കേ, എന്നാം പദം കണ്ടുപിടിക്കാൻ പൊതുവ്യത്യാസം നമ്മൾ പറഞ്ഞിരുന്നു. പൊതുവ്യത്യാസം എത്രയായിരുന്നു എന്നാണ് പറഞ്ഞേ? 7 ആണല്ലേ. അപ്പോൾ പൊതുവ്യത്യാസം ഗുണിക്കണം n ആദ്യ പദത്തിൽ നിന്ന് പൊതുവ്യത്യാസം. ആദ്യ പദം എത്രയായിരുന്നു? 6 ആയിരുന്നല്ലേ. പൊതുവ്യത്യാസം എത്രയായിരുന്നു? പൊതുവ്യത്യാസം 7 ആയിരുന്നു. 6-ൽ നിന്ന് 7 കുറയ്ക്കുമ്പോൾ -1 ആണ് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ എന്നാം പദം എത്രയാ? 7n - 1 കിട്ടി അല്ലേ. ഇനി നോക്കിക്കേ, നമുക്ക് എന്നാം പദവും കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 20 പദങ്ങളുടെ തുകയാണ് അല്ലേ. അപ്പോൾ നോക്കിക്കേ, 20 പദങ്ങളുടെ തുകയായതുകൊണ്ട് നമുക്ക് എന്നിൻ്റെ സ്ഥാനത്ത് 20 ഇട്ട് കൊടുക്കാം. 7 ഗുണിക്കണം 20 - 1. 7 ഗുണിക്കണം 20 എന്ന് പറയുമ്പോഴോ 140 കിട്ടും അല്ലേ. 140-ൽ നിന്ന് 1 കുറയ്ക്കുമ്പോഴോ 139 കിട്ടും. അപ്പോൾ നമ്മുടെ എന്നാം പദം എത്രയാ? 139. ഇനി നമ്മുടെ ഇക്വേഷനകത്തോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നോക്കിക്കേ, ഏതായിരുന്നു ഇക്വേഷൻ? n/2 ഇൻറ്റു ആദ്യ പദം പ്ലസ് എന്നാം പദം അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. എന്ന് പറയുന്നത് എത്രയാണ്? എന്ന് പറയുന്നത് 20 ആണ്. എത്ര പദങ്ങളുടെ തുകയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? 20 പദങ്ങളുടെ. അപ്പോൾ എന്നിൻ്റെ സ്ഥാനത്ത് നമ്മൾ 20 കൊടുക്കുന്നു. 20 ഹരിക്കണം 2. വീണ്ടും ആദ്യ പദം എന്ന് പറയുന്നത് എത്രയായിരുന്നു? 6 പ്ലസ് എന്നാം പദം എത്രയായിരുന്നു? 139. ആദ്യം തന്നെ നമുക്ക് വെട്ടിക്കുറയ്ക്കാൻ പറ്റുന്നത് കുറച്ച് നോക്കാം. 20-നെ 2 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? 10 കിട്ടും അല്ലേ. അപ്പോൾ 10 ഗുണിക്കണം ആദ്യ പദം എത്രയായിരുന്നു? 6. എന്നാം പദം എത്രയായിരുന്നു? 139. നോക്കിക്കേ, നമുക്ക് 6ഉം 139ഉം കൂടെ കൂട്ടി നോക്കാം. എത്ര കിട്ടും? 9 6ഉം 15 3 1 4 145 കിട്ടിയല്ലേ. 10 ഗുണിക്കണം 145. ആൻസർ എത്ര കിട്ടി? 1450. കണ്ടോ, എത്ര എളുപ്പത്തിലാണ് നമ്മൾ കണ്ടുപിടിച്ച തുക കണ്ടുപിടിക്കാൻ. സമാന്തര ശ്രേണിയുടെ തുക കണ്ടുപിടിക്കാൻ n/2 ഇൻറ്റു ആദ്യ പദം പ്ലസ് എന്നാം പദം. ആദ്യം നമ്മൾ എന്നാം പദം കണ്ടുപിടിക്കണം. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ എത്ര പദങ്ങളാണോ അത് കണ്ടുപിടിച്ചതിന് ശേഷം ഇതിലിട്ട് ചെയ്യണം. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു.